ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഷവേഴ്സ് ഓഫ് ബ്ലെസ്സിങ്സ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നാം ലൂക്ക 18-ാം അധ്യായമാണ് പഠിക്കുന്നത്. ഒരു ചെറിയ പ്രാർത്ഥനയോടെ നമുക്ക് ആരംഭിക്കാം. സ്നേഹി ഈശോയെ, അങ്ങയുടെ തിരുവചനങ്ങളിൽ ആഴമായി ഇറങ്ങി വരുവാൻ ഈ തിരുവചന പഠനം ഞങ്ങളെ സഹായിക്കുന്നുണ്ട് കർത്താവേ. ആവർത്തിച്ച് അങ്ങയുടെ വചനങ്ങൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ അങ്ങയുടെ വചനം ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് അത് പതിയുകയാണ് കർത്താവേ. ആ വചനം ഞങ്ങളെ രൂപപ്പെടുത്തുകയും ഞങ്ങളെ അങ്ങയോട് സദൃശത്തിലേക്ക് വഴി നടത്തുകയും ചെയ്യുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈശോയെ, സന്തോഷത്തോടെ അങ്ങയുടെ തിരുവചനങ്ങളിൽ പഠിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും ഒരുക്കണമേ. ലൂക്ക 18 അങ്ങ് ഞങ്ങളെ പഠിപ്പിക്കുന്നത് എങ്ങനെ പ്രാർത്ഥിക്കണമെന്നാണ്. അങ്ങയുടെ പീഡാനുഭവത്തിൻ്റെ 3-ാം പ്രവചനം വരുന്നുണ്ട്. അവിടെ അങ്ങയോട് എന്തെല്ലാം അവർ ചെയ്യും എന്നൊക്കെയും അങ്ങ് ശിഷ്യരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പരിശ്രമിക്കുന്നുണ്ട്. കർത്താവേ, അങ്ങ് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ അങ്ങയ്ക്ക് വളരെ വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. ഈശോയെ, അങ്ങയെ കണ്ട് പഠിക്കുവാൻ, അങ്ങയെ ഉൾക്കൊള്ളുവാൻ ഞങ്ങളെ ഈ ലോഗോസ് പഠനം സഹായിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഒന്നാമത്തെ ചോദ്യം, ലൂക്ക 18-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ തലക്കെട്ട്. ഓപ്ഷൻ ഇ, ന്യായാധിപനും വിധവയും. ഓപ്ഷൻ ബി, ഫരിസേയനും ചുങ്കക്കാരനും. ഓപ്ഷൻ സി, ശിശുക്കളെ ആശീർവദിക്കുന്നു. ശരിയുത്തരം ഓപ്ഷൻ ഇ, ന്യായാധിപനും വിധവയും. രണ്ടാമത്തെ ചോദ്യം, ലൂക്ക 18:1 എപ്രകാരം പ്രാർത്ഥിക്കണം എന്നാണ് യേശു പഠിപ്പിക്കുന്നത്? ഓപ്ഷൻ ഇ, ഇടവിടാതെ. ഓപ്ഷൻ ബി, നിരന്തരം. ഓപ്ഷൻ സി, ഭഗ്നാശരാകാതെ എപ്പോഴും. ശരിയുത്തരം ഓപ്ഷൻ സി, ഭഗ്നാശരാകാതെ എപ്പോഴും. മൂന്നാമത്തെ ചോദ്യം, ലൂക്ക 18:2 ന്യായാധിപന്റെ വിശേഷണങ്ങളിൽ രണ്ടാമത്തേത് ഏത്? ഓപ്ഷൻ എ, ദൈവത്തെ ഭയപ്പെടാത്ത. ഓപ്ഷൻ ബി, ദൈവത്തെ മാനിക്കാത്ത. ഓപ്ഷൻ സി, മനുഷ്യരെ മാനിക്കാത്ത. ശരിയുത്തരം ഓപ്ഷൻ സി, മനുഷ്യരെ മാനിക്കാത്ത. നാലാമത്തെ ചോദ്യം, ലൂക്ക 18:3 വിധവ ന്യായാധിപനോട് അപേക്ഷിച്ചതെന്ത്? ഓപ്ഷൻ എ, ശത്രുവിനെതിരെ എനിക്ക് നീതി നടത്തി തരണമേ. ഓപ്ഷൻ ബി, എതിരാളിക്കെതിരെ എനിക്ക് നീതി നടത്തി തരണമേ. ഓപ്ഷൻ സി, സഹോദരനെതിരെ എനിക്ക് നീതി നടത്തി തരണമേ. ശരിയുത്തരം എതിരാളിക്കെതിരെ എനിക്ക് നീതി നടത്തി തരണമേ. ഓപ്ഷൻ ബി. അഞ്ചാമത്തെ ചോദ്യം, ലൂക്ക 18 എത്ര പ്രാവശ്യം ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ എന്ന് ആവർത്തിക്കുന്നു? ഏതൊക്കെ വാക്യങ്ങളിൽ? ഓപ്ഷൻ എ, 2 പ്രാവശ്യം. 2, 3 വാക്യങ്ങളിൽ. ഓപ്ഷൻ ബി, 2 പ്രാവശ്യം. 2, 4 വാക്യങ്ങളിൽ. ഓപ്ഷൻ സി, 2 പ്രാവശ്യം. 3, 4 വാക്യങ്ങളിൽ. ശരിയുത്തരം ഓപ്ഷൻ ബി, 2 പ്രാവശ്യം. 2, 4 വാക്യങ്ങളിൽ. ആറാമത്തെ ചോദ്യം, ലൂക്ക 18:5 പ്രകാരം ന്യായാധിപൻ എന്തുകൊണ്ട് വിധവയ്ക്ക് നീതി നടത്തിക്കൊടുക്കും എന്നാണ് പറയുന്നത്? ഓപ്ഷൻ എ, ശല്യപ്പെടുത്തുന്നത് കൊണ്ട്. ഓപ്ഷൻ ബി, കൂടെ വന്ന് അസഹ്യപ്പെടുത്തുന്നത് കൊണ്ട്. ഓപ്ഷൻ സി, മനസ്സലിഞ്ഞ്. ശരിയുത്തരം ഓപ്ഷൻ എ, ശല്യപ്പെടുത്തുന്നത് കൊണ്ട്. ഏഴാമത്തെ ചോദ്യം, ലൂക്ക 18:6 പ്രകാരം കർത്താവ് ആ ന്യായാധിപന് നൽകുന്ന വിശേഷണം? ഓപ്ഷൻ എ, ദൈവത്തെ ഭയപ്പെടാത്ത. ഓപ്ഷൻ ബി, മനുഷ്യരെ മാനിക്കാത്ത. ഓപ്ഷൻ സി, നീതിരഹിതനായ. ശരിയുത്തരം ഓപ്ഷൻ സി, നീതിരഹിതനായ. എട്ടാമത്തെ ചോദ്യം, ലൂക്ക 18:7 രണ്ടാമത്തെ ചോദ്യം. ഓപ്ഷൻ എ, മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? ഓപ്ഷൻ ബി,
രാവും പകലും തന്നെ വിളിച്ച് കരയുന്ന തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കുകയില്ലേ? ഓപ്ഷൻ സി, അവിടുന്ന് അതിന് കാലവിളംബം വരുത്തുമോ? ശരിയുത്തരം ഓപ്ഷൻ സി, അവിടുന്ന് അതിന് കാലവിളംബം വരുത്തുമോ? 9-ാമത്തെ ചോദ്യം, അവർക്ക് ഡാഷ് നീതി നടത്തി കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. പൂരിപ്പിക്കുക. ഓപ്ഷൻ എ വേഗം, ഓപ്ഷൻ ബി ഉടനടി, ഓപ്ഷൻ സി പെട്ടെന്ന്. ശരിയുത്തരം ഓപ്ഷൻ എ വേഗം. 10-ാമത്തെ ചോദ്യം, മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ എന്ത് കണ്ടെത്തുമോ എന്നാണ് യേശു ആശങ്കപ്പെടുന്നത്? ഓപ്ഷൻ എ വിശ്വാസികളെ, ഓപ്ഷൻ ബി വിശ്വാസം, ഓപ്ഷൻ സി ശിഷ്യരെ. ശരിയുത്തരം ഓപ്ഷൻ ബി വിശ്വാസം. 11-ാമത്തെ ചോദ്യം, ലൂക്ക 18:1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ നീതി നടത്തി കൊടുക്കും എന്ന് എത്ര പ്രാവശ്യം ആവർത്തിക്കുന്നു? ഓപ്ഷൻ ഇ 2, ഓപ്ഷൻ ബി 3, ഓപ്ഷൻ സി 4. ശരിയുത്തരം ഓപ്ഷൻ എ 2. 12-ാമത്തെ ചോദ്യം, ലൂക്ക 18-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ തലക്കെട്ട്? ഓപ്ഷൻ എ ന്യായാധിപനും വിധവയും, ഓപ്ഷൻ ബി ഫരിസേയനും ചുങ്കക്കാരനും, ഓപ്ഷൻ സി ശിശുക്കളെ ആശീർവദിക്കുന്നു. ശരിയുത്തരം ഓപ്ഷൻ ബി ഫരിസേയനും ചുങ്കക്കാരനും. 13-ാമത്തെ ചോദ്യം, ആരോടാണ് യേശു ഫരിസേയൻ്റെയും ചുങ്കക്കാരൻ്റെയും ഉപമ പറഞ്ഞത്? ഓപ്ഷൻ എ ജനക്കൂട്ടത്തോട്, ഓപ്ഷൻ ബി തങ്ങൾ നീതിമാന്മാരാണ് എന്ന ധാരണയിൽ തങ്ങളിൽ തന്നെ ആശ്രയിക്കുകയും മറ്റുള്ളവരെ പുച്ഛിക്കുകയും ചെയ്യുന്നവരോട്, ഓപ്ഷൻ സി ശിഷ്യരോട്. ശരിയുത്തരം ഓപ്ഷൻ ബി തങ്ങൾ നീതിമാന്മാരാണ് എന്ന ധാരണയിൽ തങ്ങളിൽ തന്നെ ആശ്രയിക്കുകയും മറ്റുള്ളവരെ പുച്ഛിക്കുകയും ചെയ്യുന്നവരോട്. 14-ാമത്തെ ചോദ്യം, ഫരിസേയൻ താൻ ഏത് തരക്കാരനല്ല എന്ന് പറയുന്നതിലെ 3-ാമത്തെ വിഭാഗം? ഓപ്ഷൻ എ വ്യഭിചാരികൾ, ഓപ്ഷൻ ബി അക്രമികൾ, ഓപ്ഷൻ സി നീതിരഹിതർ. ശരിയുത്തരം ഓപ്ഷൻ എ വ്യഭിചാരികൾ. 15-ാമത്തെ ചോദ്യം, ഫരിസേയൻ താൻ ചെയ്യുന്നു എന്ന് പറയുന്നതിലെ 2-ാമത്തെ കാര്യം? ഓപ്ഷൻ എ ഞാൻ പാവങ്ങളെ സഹായിക്കുന്നു, ഓപ്ഷൻ ബി ഞാൻ ആഴ്ചയിൽ 2 പ്രാവശ്യം ഉപവസിക്കുന്നു, ഓപ്ഷൻ സി ഞാൻ സമ്പാദിക്കുന്ന സകലത്തിൻ്റെയും ദശാംശം കൊടുക്കുന്നു. ശരിയുത്തരം ഓപ്ഷൻ സി ഞാൻ സമ്പാദിക്കുന്ന സകലത്തിൻ്റെയും ദശാംശം കൊടുക്കുന്നു. 16-ാമത്തെ ചോദ്യം, ചുങ്കക്കാരൻ്റെ പ്രാർത്ഥന രേഖപ്പെടുത്തുന്ന വാക്യം? ഓപ്ഷൻ ഇ 11, ഓപ്ഷൻ ബി 12, ഓപ്ഷൻ സി 13. ശരിയുത്തരം ഓപ്ഷൻ സി 13. 17-ാമത്തെ ചോദ്യം, ലൂക്ക 18:14 ഫരിസേയൻ്റെയും ചുങ്കക്കാരൻ്റെയും ഉപമയിലൂടെ യേശു പഠിപ്പിക്കുന്നതെന്ത്? ഓപ്ഷൻ എ തന്നെത്തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെത്തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടുകയും ചെയ്യും. ഓപ്ഷൻ ബി എളിമപ്പെട്ട് പ്രാർത്ഥിക്കണം, ഓപ്ഷൻ സി അനുതപിച്ച് പ്രാർത്ഥിക്കണം. ശരിയുത്തരം ഓപ്ഷൻ എ തന്നെത്തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെത്തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. 18-ാമത്തെ ചോദ്യം, ശിശുക്കളെ അവൻ്റെ അടുത്ത് അവർ എന്തിനു കൊണ്ടുവന്നു? ഓപ്ഷൻ എ പഠിപ്പിക്കുന്നതിന്, ഓപ്ഷൻ ബി അനുഗ്രഹിക്കുന്നതിന്, ഓപ്ഷൻ സി അവൻ കൈകൾ വച്ച് അനുഗ്രഹിക്കേണ്ടതിന്. ശരിയുത്തരം ഓപ്ഷൻ സി അവൻ കൈകൾ വച്ച് അനുഗ്രഹിക്കേണ്ടതിന്. 19-ാമത്തെ ചോദ്യം, ലൂക്ക 18:15 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ ദൈവരാജ്യം എന്ന് എത്ര പ്രാവശ്യം ആവർത്തിക്കുന്നു? ഓപ്ഷൻ എ 2, ഓപ്ഷൻ ബി 3, ഓപ്ഷൻ സി 4.
ശരിയുത്തരം ഓപ്ഷൻ ഇ 2. 20ാമത്തെ ചോദ്യം, ലൂക്ക 18:18 ആരാണ് യേശുവിനോട് നല്ലവനായ ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം എന്ന് ചോദിച്ചത്? ഓപ്ഷൻ എ നിയമജ്ഞൻ, ഓപ്ഷൻ ബി ഫരിസേയൻ, ഓപ്ഷൻ സി ഒരു അധികാരി. ശരിയുത്തരം ഓപ്ഷൻ സി ഒരു അധികാരി. 21ാമത്തെ ചോദ്യം, ലൂക്ക 18:20 എത്ര പ്രമാണങ്ങളാണ് യേശു പരാമർശിക്കുന്നത്? അതിൽ മൂന്നാമത് പറയുന്നത് ഏത്? ഓപ്ഷൻ ഇ 10 പ്രമാണങ്ങൾ, മൂന്നാമത് പറയുന്നത് വ്യഭിചാരം ചെയ്യരുത്, ഓപ്ഷൻ ബി 5 പ്രമാണങ്ങൾ, മൂന്നാമത് പറയുന്നത് മോഷ്ടിക്കരുത്, ഓപ്ഷൻ സി 6 പ്രമാണങ്ങൾ, മൂന്നാമത് പറയുന്നത് കൊല്ലരുത്. ശരിയുത്തരം ഓപ്ഷൻ ബി 5 പ്രമാണങ്ങൾ, മൂന്നാമത് പറയുന്നത് മോഷ്ടിക്കരുത്. 22ാമത് ചോദ്യം, ലൂക്ക 18:22 അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും, തുടർന്ന് യേശു പറയുന്നത് എന്ത്? ഓപ്ഷൻ ഇ നിനക്കൊരു കുറവുണ്ട്, ഓപ്ഷൻ ബി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, ഓപ്ഷൻ സി അനന്തരം വന്ന് എന്നെ അനുഗമിക്കുക. ശരിയുത്തരം ഓപ്ഷൻ സി അനന്തരം വന്ന് എന്നെ അനുഗമിക്കുക. 23ാമത് ചോദ്യം, ലൂക്ക 18:26 അങ്ങനെയെങ്കിൽ രക്ഷ പ്രാപിക്കാൻ ആർക്ക് കഴിയും എന്ന് യേശുവിനോട് ചോദിച്ചതാര്? ഓപ്ഷൻ ഇ ശിഷ്യർ, ഓപ്ഷൻ ബി ജനക്കൂട്ടം, ഓപ്ഷൻ സി കേട്ടവർ. ശരിയുത്തരം ഓപ്ഷൻ സി കേട്ടവർ. 24ാമത്തെ ചോദ്യം, മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. വാക്യം. ഓപ്ഷൻ ഇ 26, ഓപ്ഷൻ ബി 27, ഓപ്ഷൻ സി 28. ശരിയുത്തരം ഓപ്ഷൻ ബി 27. 25ാമത്തെ ചോദ്യം, ഇതാ ഞങ്ങൾ സ്വന്തമായവയെല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു. ആരാണ് ഇപ്രകാരം യേശുവിനോട് പറഞ്ഞത്? ഓപ്ഷൻ ഇ ശിഷ്യർ, ഓപ്ഷൻ ബി അപ്പോസ്തലർ, ഓപ്ഷൻ സി പത്രോസ്. ശരിയുത്തരം ഓപ്ഷൻ സി പത്രോസ്. 26ാമത്തെ ചോദ്യം, ലൂക്ക 18:26 ദൈവരാജ്യത്തിന് വേണ്ടി ഉപേക്ഷിച്ചവയിൽ അവസാനമായി യേശു പറഞ്ഞതേത്? ഓപ്ഷൻ ഇ സഹോദരന്മാരെ, ഓപ്ഷൻ ബി മാതാപിതാക്കളെ, ഓപ്ഷൻ സി സന്താനങ്ങളെ. ശരിയുത്തരം ഓപ്ഷൻ സി സന്താനങ്ങളെ. 27ാമത്തെ ചോദ്യം, ലൂക്ക 18 എത്രാമത്തെ തലക്കെട്ടാണ് പീഡാനുഭവവും ഉത്ഥാനവും മൂന്നാം പ്രവചനം? ഓപ്ഷൻ ഇ 4, ഓപ്ഷൻ ബി 5, ഓപ്ഷൻ സി 6. ശരിയുത്തരം ഓപ്ഷൻ ബി 5. 28ാമത്തെ ചോദ്യം, മനുഷ്യപുത്രൻ വിജാതിയർക്ക് ഏൽപ്പിക്കപ്പെടും. തുടർന്ന് ലൂക്ക 18:32-33 വാക്യങ്ങളിൽ എന്തെല്ലാം ചെയ്യുമെന്ന് പറയുന്നതിൽ ആദ്യത്തേത്? ഓപ്ഷൻ ഇ പ്രഹരിക്കും, ഓപ്ഷൻ ബി പരിഹസിക്കും, ഓപ്ഷൻ സി അപമാനിക്കും. ശരിയുത്തരം ഓപ്ഷൻ ബി പരിഹസിക്കും. 29ാമത്തെ ചോദ്യം, അവൻ ഡാഷ് സമീപിച്ചപ്പോൾ ഒരു കുരുടൻ വഴിയരികിലിരുന്ന് ഭിക്ഷ യാചിക്കുന്നുണ്ടായിരുന്നു. പൂരിപ്പിക്കുക. ഓപ്ഷൻ ഇ ജെറീക്കോയെ, ഓപ്ഷൻ ബി ജെറുസലേമിനെ, ഓപ്ഷൻ സി സമരിയായെ. ശരിയുത്തരം ഓപ്ഷൻ ഇ ജെറീക്കോയെ. 30ാമത്തെ ചോദ്യം, നിശബ്ദനായിരിക്കാൻ പറഞ്ഞ് അവനെ ശകാരിച്ചതാരാണ്? ഓപ്ഷൻ ഇ മുമ്പേ പോയിക്കൊണ്ടിരുന്നവർ, ഓപ്ഷൻ ബി അവിടെ നിന്നിരുന്നവർ, ഓപ്ഷൻ സി ജനക്കൂട്ടം. ശരിയുത്തരം ഓപ്ഷൻ ഇ മുൻപേ പോയിക്കൊണ്ടിരുന്നവർ. 31ാമത്തെ ചോദ്യം, കൂടുതൽ ഉച്ചത്തിൽ അന്തയാചകൻ വിളിച്ചപേക്ഷിച്ചതെന്ത്? ഓപ്ഷൻ ഇ ദാവീദിന്റെ പുത്രനായ യേശുവേ എന്നിൽ കനിയണമേ, ഓപ്ഷൻ ബി ദാവീദിന്റെ പുത്ര എന്നിൽ കനിയണമേ, ഓപ്ഷൻ സി ദാവീദിന്റെ പുത്രനായ നസ്രായന യേശുവേ എന്നിൽ കനിയണമേ.
ശരിയുത്തരം ഓപ്ഷൻ ബി, ദാവീദിൻ്റെ പുത്ര എന്നിൽ കനിയണമേ. 32-ാമത്തെ ചോദ്യം, നിനക്ക് കാഴ്ചയുണ്ടാകട്ടെ. തുടർന്ന് യേശു പറഞ്ഞതെന്ത്? ഓപ്ഷൻ എ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഓപ്ഷൻ ബി, ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഓപ്ഷൻ സി, ദൈവത്തെ സ്തുതിക്കുക. ശരിയുത്തരം ഓപ്ഷൻ ഇ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. 33-ാമത്തെ ചോദ്യം, ഭഗ്നാശരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്ന് കാണിക്കാൻ യേശു അവരോട് ഒരു ഉപമ പറഞ്ഞു. ലൂക്ക 18:1. അതിൻ്റെ സമാന വാക്യം. ഓപ്ഷൻ ഇ, ലൂക്ക 11:5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ഓപ്ഷൻ ബി, ലൂക്ക 5:14. ഓപ്ഷൻ സി, ലൂക്ക 4:5. ശരിയുത്തരം ഓപ്ഷൻ ഇ, ലൂക്ക 11:5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. 34-ാമത് ചോദ്യം, ലൂക്ക 18:20 സമാന വാക്യം. ഓപ്ഷൻ ഇ, ലൂക്ക 11:5 മുതൽ 8 വരെ. ഓപ്ഷൻ ബി, പുറപ്പാട് 20:12 മുതൽ 16 വരെ. ഓപ്ഷൻ സി, നിയമാവർത്തനം 6:1 മുതൽ 20 വരെ. ശരിയുത്തരം ഓപ്ഷൻ ബി, പുറപ്പാട് 20:12 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. 35-ാമത്തെ ചോദ്യം, ലൂക്ക 18-ൽ എത്ര തലക്കെട്ടുകളുണ്ട്? ഓപ്ഷൻ ഇ 5, ഓപ്ഷൻ ബി 6, ഓപ്ഷൻ സി 7. ശരിയുത്തരം ഓപ്ഷൻ ബി 6. താങ്ക് യു.